നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു സാരാവലി, കല്യാണ വർമാവിനാൽ വിരചിതമായ സാരാവലിയിലെ 18-ാമത്തെ അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകമാണ്. ഇവിടെ ചർച്ച ചെയ്യുന്നത്, നിരൂപണം ചെയ്യുന്നത് പഞ്ചഗ്രഹ യോഗങ്ങളാകുന്നു. ഇവിടെ പഞ്ചഗ്രഹ യോഗത്തിൽ നാം ചർച്ച ചെയ്യുന്ന 5 ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ഇവിടെ ആദിത്യനും ചൊവ്വയും ബുധനും വ്യാഴവും ശനിയുമാണ് പഞ്ചഗ്രഹ യോഗത്തിൽ യോഗകർത്താക്കളായി വരുന്നത്. ഈ 5 ഗ്രഹങ്ങളിലെ യോഗമാണ് ഒരു വ്യക്തി എപ്രകാരമായിത്തീരുന്നു എന്ന നിരൂപണത്തിലേക്ക് നാം എത്തുന്നത്. ഇവിടെ 3 പാപഗ്രഹങ്ങളാണ്, ആദിത്യനും ചൊവ്വയും ശനിയും. 2 ശുഭഗ്രഹങ്ങൾ ബുധനും വ്യാഴവും. അതിനാൽ ഈ യോഗത്തിൽ ജനിച്ച വ്യക്തി എപ്രകാരമാണെന്നാണ് വിശദീകരിക്കുന്നതിന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. നിത്യോദ്വിഗ്നോ രോഗി ഭിക്ഷാങ് ഭുങ്ക്തേ ഗൃഹാത് ഗൃഹം ഗത്വ ജീർണമലീമസവാസ രവി കുജ ബുധ ജീവ രവിപുത്രേഹി. രവി കുജ, സൂര്യൻ ചൊവ്വ, രവിപുത്രനാരാണ്? ശനിയാണ്. പിന്നീട് ബുധ ജീവന്മാർ. ഇവിടെ 2 ശുഭഗ്രഹങ്ങളും 3 പാപഗ്രഹങ്ങളുമാണ് യോഗകർത്താക്കളായി വരുന്നത്. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ, ഈ യോഗത്തിൻ്റെ ഫലഭാഗം ശ്രദ്ധിക്കുക. ഈ യോഗത്തിൽ ജനിക്കുന്ന വ്യക്തി നിത്യ ഉദ്വിഗ്ന, എപ്പോഴും ഉദ്വേഗത്തോടു കൂടിയ വ്യക്തിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ എല്ലാ വിഷയത്തിലേക്കും അങ്ങേയറ്റം ഉദ്വേഗമുണ്ടായിരിക്കും. ഒരു സംഭ്രമം നിലനിൽക്കും. അനാവശ്യമായ ഈ ടെൻഷൻസ് എപ്പോഴും ഉണ്ടാകും. അദ്ദേഹം രോഗിയാണ്. രോഗമസ്യ അസ്ഥിതി രോഗി. ശാരീരികമായ അവസ്ഥ വളരെ മോശമാണ്. പിന്നീട് അദ്ദേഹം ആരാകുന്നു? ഓരോ ഗൃഹത്തിൽ നിന്നും മറ്റൊരു ഗൃഹത്തിലേക്ക് ഭിക്ഷാടനത്തിനായി അദ്ദേഹം യാചിച്ചു കൊണ്ടുപോകുന്നു. ഭിക്ഷാടനത്തിലൂടെയാകുന്നു എന്നാണ് ആചാര്യൻ സമർത്ഥിക്കുന്നത്. ആ വിഷയവും വളരെ ശ്രദ്ധിക്കണം. പിന്നീട് ജീർണമലീമസമാസ, വളരെ ജീർണമായ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളാണ്. അതിനാൽ ഈ യോഗം ഒരു സുയോഗമായി നമുക്ക് കൽപ്പിക്കുവാൻ കഴിയില്ല. ഈ യോഗത്തിന് അസമീചീനത്വമാണ് നമുക്ക് ദർശിക്കുവാൻ കഴിയുക. സമീചീനമായൊരു യോഗമല്ല ഈ 3 പാപഗ്രഹങ്ങളുടെയും 2 ശുഭഗ്രഹങ്ങളുടെയും തമ്മിലൊരു യോഗമെന്നറിയുക. നന്ദി, നമസ്തേ.